കേരള സർവകലാശാലയിലെ പരിപാടിയൊന്ന് ഉഷാറാക്കാൻ സാക്ഷാൽ സണ്ണി ലിയോൺ എത്തുന്നു. കേരള സർവകലാശാല ക്യാമ്പസിലെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബോളിവുഡ് നടി സണ്ണി ലിയോണിന്റെ നൃത്ത പരിപാടി നടത്താൻ പ്ലാനും പദ്ധതികളുമൊക്കെ വിദ്യാർത്ഥികൾ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ വിലങ്ങുതടിയാവുകയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ. യൂണിവേഴ്സിറ്റിയിൽ നിന്നും അനുമതി വാങ്ങാതെയാണ് വിദ്യാർത്ഥികൾ ഈ പരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ പരിപാടി നടത്താൻ പാടില്ല എന്ന നിർദ്ദേശമാണ് VC ഡോക്ടർ മോഹൻ കുന്നുമൽ രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്നത്. ജൂലൈ 5-നാണ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ നടി സണ്ണി ലിയോണിന്റെ നൃത്ത പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും കഴിഞ്ഞ വർഷം കുസാറ്റിലും യൂണിയനുകൾ സംഘടിപ്പിച്ച ചില പരിപാടികളിലുണ്ടായ അപകടങ്ങളിൽപ്പെട്ട് വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു. ഇതോടെ പുറമേ നിന്നുള്ള DJ പാർട്ടികൾ, സംഗീത നിശ തുടങ്ങിയവ ക്യാമ്പസുകളിൽ നടത്തുന്നതിന് തന്നെ സർക്കാർ കർശന നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നൃത്ത പരിപാടിക്കായിട്ട് സണ്ണി ലിയോണിനെ കൊണ്ടുവരുന്നത്. എന്നാൽ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഈ നൃത്ത പരിപാടി നടത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് VC പറയുന്നത്. അതേസമയം നമുക്കറിയാം, ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടക്കുന്ന സമയത്താണ് വൻ ദുരന്തങ്ങൾ, അതായത് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അപകടങ്ങളൊക്കെ കുസാറ്റിലടക്കം നടന്നത്. കഴിഞ്ഞ 2023 നവംബറിലാണ് കളമശ്ശേരിയിൽ കുസാറ്റ് ക്യാമ്പസിൽ ടെക് ഫെസ്റ്റ് നടന്നത്. ഇവിടെയാണ് ഈ ടെക് ഫെസ്റ്റിന് ഇവർ ഗാനമേളയൊക്കെ നടത്തിയിരുന്നു. ഈ ഗാനമേളയ്ക്കിടെയാണ് വൻ അപകടം സംഭവിച്ചത്. കളമശ്ശേരി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ക്യാമ്പസിൽ ടെക് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് 4 വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത്. അതായത് ഇവർ ടെക് ഫെസ്റ്റ് നടത്തുന്നതിനിടെ മഴ പെയ്തു. ഈ മഴ പെയ്തപ്പോൾ പുറത്തു നിന്ന ആളുകൾ കൂടി ഓഡിറ്റോറിയത്തിലേക്ക് ഓടിക്കേറിയത് അപകടത്തിന് കാരണമായതെന്നാണ് വിവരങ്ങൾ. ഗാനമേള നടക്കുന്നതിനിടെയാണ് ഇത്തരമൊരു വൻ അപകടം സംഭവിക്കുന്നത്. മഴ പെയ്തതോടെ ഓഡിറ്റോറിയത്തിന് പുറത്തുള്ളവർ ഓടി അകത്തേക്ക് കയറുകയായിരുന്നു. ഇതോടെ തിക്കും തിരക്കുമൊക്കെ അനുഭവപ്പെട്ടു. 4 വിദ്യാർത്ഥികൾ മരണപ്പെടുകയും ചെയ്തു. അപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ കളമശ്ശേരി ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത്. അതായത് ടെക് ഫെസ്റ്റിന്റെ സമാപന ദിവസമായിരുന്നു അന്ന് പ്രശസ്ത പിന്നണി ഗായിക നികിത ഗാന്ധിയുടെ ഗാനമേളയാണ് സംഘടിപ്പിച്ചിരുന്നത്. ഇതിനിടെയാണ് അവിടെ മഴ പെയ്തത്. തുടർന്ന് തിക്കും തിരക്കും ഉണ്ടായി. മഴ പെയ്തപ്പോഴുണ്ടായ തിക്കിനും തിരക്കിനിടെ പടിക്കെട്ടിലുണ്ടായിരുന്നവരൊക്കെ താഴെയുണ്ടായിരുന്നവരുടെ മുകളിലേക്ക് വീണു. അവരെ ചവിട്ടി മിതച്ച് മറ്റുള്ളവർ തെന്നിയോടാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് അപകടം അന്ന് രൂക്ഷമാക്കിയതെന്നാണ് വിവരങ്ങൾ. സംഭവത്തിൽ അന്ന് 4 വിദ്യാർത്ഥികൾ മരണപ്പെടുക മാത്രമല്ല 72 പേർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം പരിപാടി തുടങ്ങാനൊക്കെ ഇരിക്കെ മഴ പെയ്തതോടെ പുറത്തുനിന്നെത്തിയവർ ഉൾപ്പെടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. എന്നാൽ ഈ പരിപാടി നടക്കുമ്പോൾ അവർ ടിക്കറ്റ് വെച്ചാണ് ഈ പരിപാടി നടത്തിയത്. അതിനാൽ തന്നെ ഓഡിറ്റോറിയത്തിനകത്ത് ടിക്കറ്റ് എടുത്തവർ വളരെ കുറവായിരുന്നു. എന്നാൽ മഴ പെയ്തതോടെ ടിക്കറ്റ് എടുത്തവർക്കിടയിലേക്കാണ് നിലവിൽ പുറത്തു നിന്നെത്തിയവർ എത്തിച്ചേർന്നത്. ഉടൻ തന്നെ അവിടെ തിക്കും തിരക്കുമൊക്കെ അനുഭവപ്പെട്ടു. താഴെ ഇരിക്കുന്നവർക്ക് മുകളിലൂടെ വീഴുകയും തുടർന്ന് ചവിട്ടുകയും തെന്നി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെയാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. ഓഡിറ്റോറിയത്തിൻ്റെ അകത്താകട്ടെ 3000-ലേറെ കുട്ടികൾ ഈ സമയം ഉണ്ടായിരുന്നു എന്നാണ് വൈസ് ചാൻസലർ അടക്കം പറഞ്ഞത്. അതിനാൽ തന്നെ നിലവിൽ പരിപാടികളും ആഘോഷങ്ങളും ഒക്കെ നടത്തുമ്പോഴും ഇത്തരത്തിലൊരു അപകടം എപ്പോഴും പതിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും സണ്ണി ലിയോണിന്റെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ അവിടെ തിക്കും തിരക്കും ഒക്കെ ഒരുപാട് അനുഭവപ്പെടാം. ഈ സമയം ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും തുടർന്ന് വലിയൊരു അപകടത്തിലേക്ക് ഇത് കൊണ്ട് ചെന്ന് എത്തിക്കുമെന്ന് തന്നെയാണ് VC പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ എതിർത്തിരിക്കുന്നത്. പരിപാടി നടത്തുമെന്നാണ് സംഘാടകരെല്ലാം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇതൊരു വൻ സംഘർഷ സാധ്യതയിലേക്ക് നീങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.